ISLന്റെ പ്രസ് മീറ്റ് തടഞ്ഞ് GCDA കേരള ബ്ലാസ്റ്റേഴ്സിന് വാർത്താസമ്മേളനം നടത്താൻ അനുമതിയില്ല എന്ന് സ്റ്റേഡിയം സുരക്ഷാ വിഭാഗം നിലപാടെടുക്കുകയാണ്. കരാർ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ലെന്നും വിശദീകരണം വാർത്താസമ്മേളനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തിറക്കി. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുമതിയില്ല എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട വ്യക്തതക്കുറവ് തുടരുന്നതിനിടയിൽ ഇന്ന് ഏത് തരത്തിലാണത് പ്രതിഫലിക്കുന്നത്? തീർച്ചയായും ഇപ്പോൾ നമുക്ക് ഇന്ന് നടന്നിരിക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഉള്ള ഒരു ധാരണ ഈ വാടക കരാറുമായി ബന്ധപ്പെട്ടുള്ള അതിലെ തർക്കം തന്നെയാണ് ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് GCDA നയിച്ചത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുൻപ് GCDA ചെയർമാൻ തന്നെ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ മുൻ വർഷത്തിലും 2 ലക്ഷമാക്കി വാടക കുറച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ തന്നെ ഇത്തരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിൽ നേരത്തെ ചെയർമാൻ നിശ്ചയിച്ച തുക 2 ലക്ഷത്തിൽ ഇത്തരത്തിൽ സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ ആവില്ല. പകരം കഴിഞ്ഞ തുകയുടെ പകുതിയായിട്ടുള്ള 4,20,000 രൂപയാണ് വാടകയായി നൽകേണ്ടത് എന്നുള്ളൊരു കാര്യം ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അപ്പോൾ അതിനോട് യോജിക്കുന്ന തരത്തിൽ ആ ഒരു അന്തിമ കരാർ ഈ വർഷം ISL നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ കരാർ ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് 11:30-ക്കായിരുന്നു ഈ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. ടീമിന്റെ ക്യാപ്റ്റനും കോച്ചും ടീമിന്റെ പ്ലെയറും ഈ വാർത്താ സമ്മേളനം അറ്റൻഡ് ചെയ്യാനുള്ള പ്ലെയറും കോച്ചും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയതുമാണ്. നമ്മൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇവിടെ അവരുടെ പ്രതികരണം എടുക്കാനായി ക്യാമറ എല്ലാം സ്റ്റാൻഡിൽ വെച്ച് തയ്യാറായിരുന്നതുമാണ്. ആ സമയമാണ് ഈ GCDAയുടെ സുരക്ഷാ ജീവനക്കാർ വന്ന് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്താനുള്ള അനുമതി GCDA കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകിയിട്ടില്ല. നിങ്ങൾ ഈ പ്രസ് കോൺഫറൻസ് നടക്കുന്ന ആ മുറിയിൽ നിന്നും പുറത്ത് ഇറങ്ങണമെന്ന് സുരക്ഷാ വിഭാഗം ജീവനക്കാരാണ് വന്ന് പറഞ്ഞത്. അവർക്ക് കിട്ടിയ നിർദ്ദേശത്തിന്റെ പുറത്ത് എന്താണ് കാരണമെന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു കരാർ സംബന്ധിച്ചുള്ള ഒരു രമ്യതയിൽ എത്തിയിട്ടില്ല, അതിനാൽ തന്നെ ഈ ഒരു അനുമതി ഇല്ലാത്തതിനാൽ തന്നെ ഇത് അനുവദിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് പുറത്തിറങ്ങണമെന്നൊരു വിശദീകരണമാണ് സുരക്ഷാ ജീവനക്കാർ നൽകുന്നത്. ഏതായാലും GCDAയോട് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം സംസാരിക്കാനായി അവരെ വിളിച്ചിരുന്നു. പക്ഷേ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അതിൽ പ്രതികരണം നടത്തിയിട്ടില്ല. ഫോൺ ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ബന്ധപ്പെടാൻ നോക്കിയപ്പോൾ അതിന് മറുപടി ലഭിച്ചില്ല. ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചും അതുപോലെ താരവും പിന്നെ CEO ഉൾപ്പെടെയുള്ളവർ ഈ സ്റ്റേഡിയത്തിൽ തന്നെയുണ്ട്. പക്ഷേ അവരോടും സംസാരിക്കുമ്പോൾ പറയുന്നത് സംസാരം നടക്കുന്നുണ്ട്. ഈ GCDAയുടെ അടുത്ത് GCDA ഓഫീസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിനിധിയുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള സംസാരം നടക്കുന്നു. ഇത് ഏറെ വൈകാതെ തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നാളെയാണ് കളി. മുംബൈ സിറ്റിക്ക് എതിരെയുള്ള നാളെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഉള്ളത്. 7:30-ക്കാണ് കളി. പക്ഷേ ആ കളിക്ക് വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം ഇപ്പോൾ നമുക്ക് സ്റ്റേഡിയത്തിൽ നോക്കുമ്പോൾ തയ്യാറായിട്ടുണ്ട്. അത് ഏകദേശം അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. GCDA തടഞ്ഞിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാർത്താസമ്മേളനം നടത്താൻ അനുമതിയില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. വിഷ്ണു പ്രകാശാണ് ആ വിവരങ്ങൾ നൽകിയത്.